പഴയ വാഹനത്തിന്റെ ചേസ് നമ്പർ മാറ്റിയും പാർട്സുകൾ ഘടിപ്പിച്ചും അനധികൃത വാഹന വിൽപ്പന നടത്തിയെന്ന ഗുരുതര പരാതി കണ്ടില്ലെന്ന് നടിച്ച പോലീസ്. സംഭവത്തിൽ അന്വേഷണം നടത്താനോ കേസെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം. കേസെടുത്ത് അന്വേഷണം നടത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് പ്രതിക്കൂട്ടിലാകുമെന്ന് പരാതിക്കാരൻ പ്രതീഷ് പറയുന്നു. ഇത് മലപ്പുറം സ്വദേശി പ്രതീഷ് 1,40,000 രൂപ നൽകി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി. സ്കൂട്ടർ ഓടിച്ചു തുടങ്ങി ദിവസങ്ങൾക്കകം തന്നെ വണ്ടി വർക്ക്ഷോപ്പിലായെന്ന് പ്രതീഷ് തന്നെ പറയുന്നു. വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. വണ്ടി എടുത്തന്ന് മുതലേ ഓരോ കംപ്ലൈൻറ്റുകളാണ്. അത് വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റക്കായി പോവുക, പിന്നെ റണ്ണിങ് തന്നെ വണ്ടി ഓഫ് ആവുക, പല പ്രശ്നങ്ങളും. അങ്ങനെ ഞാൻ അതായത് ഓരോ ദിവസം ഇടവിട്ട് അവിടെ അങ്ങനെ സർവീസ് സെൻ്ററിൽ കയറി ഇറങ്ങുക വരെ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സ്കൂട്ടർ പരിശോധിച്ചപ്പോഴാണ് ചേസ് നമ്പർ മാറ്റി പഴയ വാഹനത്തിന്റെ പാർട്സുകൾ ഘടിപ്പിച്ച് പുറത്തിറക്കിയ വണ്ടിയാണ് തനിക്ക് ലഭിച്ചതെന്ന് പ്രതീഷ് തിരിച്ചറിയുന്നത്. ഫാത്തിമ ഹോസ്പിറ്റലിൽ അവിടെ ഒരു കൊമാക്കി ഷോറൂം ഉണ്ടായിരുന്നു. ആ ഷോറൂം കത്തിപ്പോയതാണ്. അപ്പോൾ അവിടുന്ന് കത്തി വണ്ടികളെ കമ്പനി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോട്ടൽ ലോസ് ആയ ചേസുകളാണ് ഇവരെടുത്ത്, കുറച്ച് ചേസുകൾ എടുത്ത് പുതിയ വണ്ടികൾ ആക്കി കൊടുത്താണ് ഇവർ. പരാതി പറയുന്ന അതുൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വരികയും അവിടുന്ന് CIന് മുമ്പാകെ പറഞ്ഞതാണ്. അത് അവൻ ചെയ്തിട്ടുണ്ട്, അവനെ ഫിറ്റ് ചെയ്തു തന്നു, ചേസ് നമ്പർ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചതാണെന്നും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ CIക്ക് മുമ്പാകെ മൊഴി കൊടുത്താണ് അവൻ. തെളിവ് സഹിതം തട്ടിപ്പ് നടത്തിയവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല. മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകി. യാതൊരു അന്വേഷണവും നടന്നില്ല. അന്വേഷണം നടന്നാൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ആദ്യം പ്രതിക്കൂട്ടിലാവുക. അതുകൊണ്ട് തന്നെയാണ് പോലീസും കേസെടുക്കാത്തതെന്ന് പരാതിക്കാരൻ പറയുന്നത്. കമ്മീഷണർക്ക് 2 പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. കമ്മീഷണർ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുവരെ നടപടി എടുത്തിട്ടില്ല. അതുവരെ എൻഫോഴ്സ്മെൻറ്റ് RTO കാണിച്ചു. അവർ വേറെ വണ്ടി കാണിച്ചാൽ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. വേറെ വണ്ടി കാണിച്ചു, പക്ഷെ അവർ റിപ്പോർട്ട് തരാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു. ഇപ്പോൾ നിലവിൽ ഉപഭോക്തൃ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 തവണ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ സ്കൂട്ടർ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്നതാണ് വലിയ വെല്ലുവിളി. ഇനി ആരോടാണ് പരാതി പറയേണ്ടതെന്നാണ് പരാതിക്കാരന്റെ ചോദ്യം. ജനം, കോഴിക്കോട്.